സബ്സിഡി നിരക്കിൽ നൽകുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രതിവർഷം സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന സിലിണ്ടറിന്റെ എണ്ണം 9-ൽ നിന്നും 4-ആക്കി. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം പ്രതിവർഷം നൽകുന്ന സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചത്. നേരത്തെ 12 സിലിണ്ടറുകൾ സ്കീമിലൂടെ സബ്സിഡി നിരക്കിൽ ലഭ്യമായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം ഇത് 9-ആയി കുറച്ചിരുന്നു. 300 രൂപയ്ക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സബ്സിഡി സിലിണ്ടറുകൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചിരുന്നു. പാചകവാതകത്തിന്റെ വില അടിക്കടി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സബ്സിഡി നിരക്കിൽ നൽകുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കൂടി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നത്. പ്രതിവർഷം സബ്സിഡി നിരക്കിൽ നൽകിക്കൊണ്ടിരുന്ന സിലിണ്ടറിന്റെ എണ്ണമാണിപ്പോൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചുകൊണ്ടൊരു നടപടിയെടുത്തിട്ടുള്ളത്. 9 സിലിണ്ടറുകളായിരുന്നു ഇത്തരത്തിൽ സബ്സിഡി നിരക്കിൽ നൽകിക്കൊണ്ടിരുന്നത്. ഈ 9 എണ്ണം എന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 4-ആക്കി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പ്രകാരം പ്രതിവർഷം നൽകുന്ന സിലിണ്ടറാണിത്. ഈ സബ്സിഡി നിരക്കിലാണ് ഈ ഒരു സിലിണ്ടർ നൽകുന്നത്. ഈ സിലിണ്ടറുകളുടെ എണ്ണമാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത്. നേരത്തെ 12 സിലിണ്ടറുകൾ സ്കീമിലൂടെ സബ്സിഡി നിരക്കിലൊക്കെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് 9-ആയി. ഇപ്പോഴത് 4-ആയിട്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പാചകവാതകത്തിന്റെ വില കൂടി അടിക്കടി ഇങ്ങനെ ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നടപടിയൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നീട് കഴിഞ്ഞ വർഷം ഇത് 9-ആയി കുറയ്ക്കുകയായിരുന്നു. 300 രൂപയ്ക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സബ്സിഡി സിലിണ്ടറുകളൊക്കെ നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് വലിയ രീതിയിലാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്തായാലും അടിക്കടി ഇങ്ങനെ പാചകവാതക വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇപ്പോൾ സബ്സിഡി നിരക്കിൽ നൽകുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണവും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ആദ്യം 12 ആയിരുന്നു ഈ ഒരു സബ്സിഡി നിരക്കിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അത് പിന്നീട് 9 എണ്ണമാക്കി അതിപ്പോൾ വെട്ടിക്കുറച്ച് 4-ആക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പ്രകാരം പ്രതിവർഷം നൽകുന്ന സിലിണ്ടറുകളുടെ എണ്ണമാണിപ്പോൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്.